ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ ടോപ്പിക്ക് പറയണോ വേണ്ടയോ എന്ന് ഞാൻ ഇടയ്ക്ക് ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ കാണുമ്പോൾ പറയാൻ തോന്നുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണോ എന്നറിയില്ല. വേണ്ട എന്ന് വെച്ചാലും ഞാനിത് വേണ്ട എന്ന് വെച്ചിട്ട് ഒരുപാട് ആയിട്ടോ. ഏകദേശം ഞാനൊരു 2 ആഴ്ച മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഈ ടോപ്പിക്ക് പറഞ്ഞ് ചിലപ്പോൾ ഇനി ഒരുപാട് ഇതാവണ്ട എന്നൊക്കെ വിചാരിച്ച് ഞാൻ ആ ടോപ്പിക്ക് വേണ്ടെന്ന് വെച്ചതായിരുന്നു. പക്ഷെ എന്തോ എനിക്കെന്താ അറിയില്ല, ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയണമെന്ന് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2 ആഴ്ചയായിട്ടും ഞാനതിനെ ഇങ്ങനെ മറക്കാൻ പറ്റുന്നില്ല. ആ ടോപ്പിക്ക് ഞാൻ മനസ്സിൽ പറയണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല, എനിക്കത് മറക്കാൻ പറ്റുന്നില്ല. പിന്നെ പറഞ്ഞേക്കാം, അവർ മനസ്സിനൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിക്കുന്നു. അതിപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടിട്ട് 2 ആഴ്ചയാണ് അതിൽ കൂടുതലായോന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു ഉസ്താദിൻ്റെ വീഡിയോ കണ്ടതാണ്, ഒരു യൂട്യൂബ് വീഡിയോ. ഓക്കെ, ആ വീഡിയോയിൽ ആ ഉസ്താദ് ഒരു പെണ്ണ് ഓക്കെ, ഒരു പെണ്ണുങ്ങളെക്കുറിച്ച് ഉള്ള ആ പെണ്ണുങ്ങൾ ചെയ്ത വീഡിയോ എടുത്ത് അതിന് മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. ഓക്കെ, ഇതാണ് ഞാൻ കണ്ട വീഡിയോ. അപ്പം ഞാൻ ഈ പെണ്ണുങ്ങളെ വീഡിയോ മുമ്പ് കണ്ടിട്ടില്ല. ഈ ഉസ്താദിൻ്റെ വീഡിയോ 1-2 തവണ ഇവിടെ നോക്കി നല്ല മെസ്സേജ് ആ ഉസ്താദ് പാസ് ചെയ്ത 1-2 വീഡിയോസ് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്കൊരു വീഡിയോ എന്താ പറയുക, യൂട്യൂബിൽ തന്നെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പെണ്ണുങ്ങളെക്കുറിച്ച് എനിക്കറിയത്തില്ല, ഉസ്താദിനെ കുറിച്ച് എനിക്കറിയത്തില്ല. അതാണ് ഞാൻ കൃത്യമായിട്ട് ആദ്യം പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ആ ഉസ്താദ് ആ പെണ്ണുങ്ങളുടെ വീഡിയോ എടുത്ത് വെച്ചാണ് ആ ഉസ്താദ് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് അത് കണ്ട് തന്നെ ആകെ ഷോക്കായി പോയി. ഉസ്താദ്മാർക്ക് ഇങ്ങനെ ചെയ്യുമോ എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. കാരണം എന്താ പറയേണ്ടത്, നമ്മൾ ഈ ഉസ്താദ്മാരോടൊക്കെ കാണിക്കുന്ന ഒരു ബഹുമാനം ഒക്കെ നമ്മൾക്ക് തോന്നുന്ന ആ ഒരു റെസ്പെക്റ്റ് പോകുന്ന കുറച്ച് ഒരു കാര്യമായിട്ടാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. ഒന്നുമില്ലെങ്കിലും ഉസ്താദല്ലേ, മതം പഠിച്ച ഒരു വ്യക്തിയല്ലേ, മതപണ്ഡിതനല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു മാന്യത ഒന്നുമില്ലെങ്കിൽ സമൂഹത്തിൽ കാണിക്കേണ്ട ഒരു വ്യക്തിയല്ലേ. എല്ലാവർക്കും പൈസ വേണം, അത് ഉറപ്പാണ്, അതിലൊരു സംശയമൊന്നുമില്ല. യൂട്യൂബ് വീഡിയോ ഇടുന്നതും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും കണ്ടൻറ്റാണ്. ഓക്കെ, അത് എന്തായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്തായാലും ഉസ്താദിൻ്റെ വേഷവും കിട്ടിയിരുന്ന് ഇസ്ലാമിനെക്കുറിച്ചും മതത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ചിന്തിക്കാമല്ലോ. ഒരു പെണ്ണുങ്ങളെ വീഡിയോ എടുത്ത് ആ വീഡിയോയിൽ ആ പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ആസ്വദിച്ച് അതിന് മറുപടി കൊടുക്കുന്നു. സ്വന്തം ചാനൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉസ്താദ് അത് കണ്ട് ആസ്വദിച്ച് മറുപടി കൊടുക്കുന്നു. എന്നിട്ടത് തെറ്റാണെന്ന് പറയുന്നു. ഉസ്താദന്മാർ ഈ രീതിയിലൊക്കെ അധപ്പതിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഒന്നെങ്കിൽ ആ ഉസ്താദന്മാരുടെ വേഷം അയച്ചു വയ്ക്കുക, ഒന്നുമില്ലെങ്കിൽ ആ വേഷത്തോടും ഉസ്താദന്മാരോട് നമുക്കൊരു ബഹുമാനമുണ്ട്. അത് ഇതുപോലെ യൂട്യൂബ് കണ്ടൻറ്റിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്ന കാണുമ്പോൾ ഒരു ചെറിയ സങ്കടമുണ്ട്. പറയാനുള്ളത് പറയാം, നിങ്ങൾക്കത് റൈറ്റാണ്. ഓക്കെ, അതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, ഉസ്താദായതുകൊണ്ട് പറയണ്ടെന്നല്ല. പക്ഷേ ഇസ്ലാം എന്നൊരു മതത്തിൽ നിന്നുകൊണ്ട് ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന കാണുമ്പോൾ വല്ലാണ്ടൊന്ന് ഒരുമാതിരി, എന്നിട്ട് തമാശ. എന്നിട്ട് ഉസ്താദിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ ഒന്ന് വായിച്ചു നോക്കി, അതിനേക്കാളും വേദനയാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. അതെവിടെയും ഇസ്ലാമിൽ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, ഒരാളുടെ ഒരു കുറവ് നമ്മൾ കണ്ടുപിടിച്ചാൽ ആ കുറവ് ആ വ്യക്തിയോട് പറയാം. അല്ലെങ്കിൽ നമ്മളത് മറച്ചു വെക്കണം എന്നാണ്. നമ്മളൊരാളുടെ മിസ്റ്റേക്ക് കണ്ടാൽ അത് പരസ്യമാക്കരുത് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം അത് അങ്ങനെ തന്നെയാണ്. ഒരാളുടെ കുറവ് കാണിച്ച് പരസ്യപ്പെടുത്തിയിട്ട് ഇതാവില്ല. ഇപ്പോൾ ആ ഉസ്താദ് എടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്ത ആ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ അത്രത്തോളമൊന്നും മതബോധം ഉണ്ടാവണമെന്നില്ല, അവർ കുറേ മതം പഠിച്ചവരായിരിക്കണമെന്നില്ല. അപ്പോൾ അവരുടെ തെറ്റ്, അവർ ചെയ്യാൻ പാടില്ലാത്തതാണ് ആ പെണ്ണ് ചെയ്തതെങ്കിലും അവരുടെ തെറ്റ് ചിലപ്പോൾ ഒരു തോപ കണ്ട് ചിലപ്പോൾ ശരിയാവുമായിരിക്കും. പക്ഷെ മത നിയമങ്ങൾ പഠിച്ച ഉസ്താദുമാരെങ്ങനെയാണ് അത് ചെയ്യുന്നത്? അവിടെയാണ് നമുക്ക് വല്ലാതെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നത്.
നമ്മളൊക്കെ ചെയ്യുന്നത് അറിവില്ലായ്മയാണ്. കാരണം നമ്മൾ മദ്രസയിൽ ഒരുപാട് പഠിച്ചിട്ടില്ല, ഒരുപാട് കിതാബുകൾ പഠിച്ചിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് ആ ഉസ്താദിൻ്റെ ചാനൽ ആ ഉസ്താദ് ഒരുപാട് മതം പറയുന്നുണ്ട്, മത നിയമങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ ജീവിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോൾ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം. എന്താ പറയുക, മതത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം. ഇത് എന്താണെന്നറിയില്ല, എനിക്കത് കണ്ടപ്പോൾ മുതൽ സംസാരിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ പിന്നെ വെച്ച് വേണ്ട, നമ്മൾ എന്തായാലും ഒരാളെ പറയുകയാണല്ലോ, ഞാൻ ആരാണെന്ന് പറയുന്നില്ലെങ്കിലും ഒരു ഉസ്താദിനെ പറയുകയാണല്ലോ എന്ന് വിചാരിച്ച് ഞാനത് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞാൽ ആർക്കൊക്കെ മനസ്സിലാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വ്യക്തിഹത്യ ഇസ്ലാം അനുവദിക്കുന്നില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഒരു ഉസ്താദ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു ഒരു മതം പഠിച്ച, ഒരു മത നിയമങ്ങൾ പഠിച്ച, മതത്തിലെ നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന ഉദ്ദേശത്തോടെ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കണ്ടൻറ്റിന് വേണ്ടി ചെയ്യുമ്പോൾ ഓർക്കണ്ടേ ഉസ്താദെ, ഒന്നുമില്ലെങ്കിൽ ഉസ്താദാണ് എന്ന് ഓർക്കണ്ടേ. ഒരറിവില്ലാത്ത ഒരു പെണ്ണിൻ്റെ അവൾ അറിവില്ലാത്തത് കൊണ്ട് ചെയ്തു പോയ ഒരു പൊട്ടത്തരത്തിനെടുത്തിട്ട് വീഡിയോ ആക്കുമ്പോൾ അറിവുള്ള നിങ്ങൾ ഇത്രത്തോളം അധംപതിക്കണോ? അതൊന്ന് ആലോചിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യമല്ലേ. പക്ഷേ അങ്ങനത്തെ കണ്ടൻറ്റാണ് ഇപ്പോൾ ഓടുന്നത്. അതാണ് റിയാക്ഷൻ ചാനൽസ് ഓടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഉസ്താദ് എപ്പോഴും ഓർക്കുക, നിങ്ങളീ പറഞ്ഞു കൊടുക്കുന്ന മതത്തിൽ ഇത് വലിയൊരു തെറ്റാണ് അല്ലേ? ഇസ്ലാമിലതൊരു വലിയ തെറ്റാണത്. ഇസ്ലാം ഒരിക്കലും അനുവദിക്കാത്തൊരു കാര്യമാണത്. ഒരാളെ വ്യക്തിഹത്യ അത്രത്തോളം മോശമായൊരു കാര്യമാണ്. അത് ആ വീഡിയോ അങ്ങ് ആസ്വദിച്ച് ചിരിച്ചിട്ടൊക്കെയാണ് മറുപടി അറിയുന്നത്. ഈ വീഡിയോ എടുത്തിട്ടിട്ട് ഒരു പെണ്ണിൻ്റെ വീഡിയോ പബ്ലിക്കായിട്ട് ആസ്വദിച്ചിട്ട് മറുപടി പറയുമ്പം ഉസ്താദ് എന്താണ് അവിടെ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കുറച്ചെല്ലാം നമുക്ക് മനസ്സിലാക്കണം പറ്റണം അല്ലേ? കുറച്ചൊക്കെ നമുക്ക് ഇപ്പം ഞാനൊക്കെയാണ് ചെയ്തതെങ്കിൽ ഞാൻ ചിന്തിക്കാം, ഞാൻ 7ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചിട്ടുള്ളൂ, അതിനപ്പുറത്ത് പഠിച്ചിട്ടില്ല, അപ്പോൾ ഇത് വലിയൊരു തെറ്റാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ എനിക്കൊക്കെ പറയാം. പക്ഷേ 7ാം ക്ലാസ് വരെ മദ്രസ പഠിച്ച ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണിത്. ഒരാളെ വ്യക്തിഗത ഇസ്ലാം അനുവദിക്കുന്നില്ല. അതൊരു പെണ്ണിൻ്റെ വീഡിയോ എടുത്ത് ഒരാണ് ചെയ്യുക എന്ന് എന്താ പറയുക, റിയാക്ഷൻ ചാനൽ ഉസ്താദാണേലും ആണാണല്ലോ അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് ഇത്ര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പെണ്ണിനെ എന്താ പറയുക, അന്യപുരുഷനെ നോക്കാൻ പാടില്ല എന്ന് ഞങ്ങളെ പെണ്ണുങ്ങളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് പിന്നെ അന്യ പെണ്ണിനെ നോക്കാനുള്ള റൈറ്റ് ഉണ്ടോ? അന്യപുരുഷനെ നോക്കാൻ പാടില്ല എന്ന് പെണ്ണിനെ പഠിപ്പിക്കുമ്പോൾ തന്നെ അപ്പുറത്തും അതുണ്ട്. അന്യ സ്ത്രീകളെ നോക്കാൻ പാടില്ല. ഈ പെണ്ണിന് മാത്രമുള്ള സംഭവമൊന്നുമല്ലല്ലോ ഇത്. ഇതൊന്നും മനസ്സിലാക്കാതെ എന്തൊക്കെയാ ചെയ്യുന്നത്? കുറച്ചൊക്കെ ഒന്ന് ചിന്തിക്കായിരുന്നില്ലേ? എനിക്ക് കണ്ട ഭയങ്കര സങ്കടം തോന്നി. ഒന്നുമില്ലെങ്കിൽ ആ ഉസ്താദിന് വേഷമെങ്കിലും ഒഴിവാക്കുന്നത് നല്ലതാണ്. എന്നിട്ട് യൂട്യൂബ് കണ്ടന്റ് പോയാൽ പോരെ, എന്നാൽ പിന്നെ പ്രശ്നമില്ല, ആർക്കും അതൊരു ഇതാവാനില്ല. പക്ഷേ ഇതൊരു സൈഡ് ഇസ്ലാമും പറയും, ഇസ്ലാമിലെ നിയമങ്ങളും പറയും, നേർവഴിക്ക് നയിക്കാനുള്ള നമുക്കെന്തോ ദൗത്യം ഉണ്ടെന്നും പറയും. ഇതാണോ നേർവഴി? ഇതാണോ ദൗത്യം? ഇതിനെ നേർവഴിയും ദൗത്യം എന്നൊന്നും പറയരുത്. ഇതൊക്കെ പറഞ്ഞാൽ കുറച്ച് കൂടുതലായി പോകും. ഒന്നെങ്കിൽ നല്ലത് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ആ വേഷം അങ്ങ് മാറ്റുക. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഇത് ആ വേഷം ഇട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് തന്നെ ഒരു പുച്ഛം തോന്നിപ്പോകുന്നത്. പണ്ട് മദ്രസയിൽ പഠിച്ച സമയത്ത് പഠിച്ചൊരു കാര്യമായിട്ട് ഓർമ്മയുള്ളൊരു കാര്യമാണ്, എന്താ പറയണ്ടേ, നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളും പണ്ഡിതന്മാരുമാണെന്ന്, ഉസ്താദുമാരുമാണെന്ന് പണ്ട് മദ്രസയിൽ ഒരു ബുക്കിൽ പഠിച്ചതായിട്ട് ചെറിയൊരു ഓർമ്മയുണ്ട് എനിക്ക്. ഏത് ബുക്കാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അങ്ങനെ ഒരു വാചകം പഠിച്ചതായിട്ട് മൈൻഡിൽ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ അന്ന് ചിന്തിച്ചിരുന്നു അതെന്താ അങ്ങനെയെന്ന്. അതായത് മതം പഠിച്ച പണ്ഡിതന്മാരെന്ന് പറയുന്നല്ലാതെ സ്ത്രീകളും പുരുഷന്മാരും എന്ന് പറഞ്ഞില്ല.
സ്ത്രീകളും പണ്ഡിതന്മാരുമാണ് നരകത്തിൽ കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത്. അന്ന് തോന്നിയിരുന്നു അത് കാരണം ഞാനന്ന് ചോദിച്ചിരുന്നു അതെന്താ അങ്ങനെയെന്ന്. അപ്പോൾ അന്ന് പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു ഇത് കാരണം മതം പഠിച്ചവർ അറിഞ്ഞു ചെയ്യുന്നതല്ലേ തെറ്റ്, അതുകൊണ്ടാണ് അങ്ങനെയെന്ന്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള വീഡിയോസ് കാണുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് സത്യമാണ് എന്നുള്ള കാര്യം. നരകത്തിൽ സ്ത്രീകളൊപ്പം എന്തായാലും മതപണ്ഡിതന്മാർ ഇതുപോലൊക്കെ ആണ് ചെയ്യുന്നതെങ്കിൽ സ്ത്രീകളും കൂടുതലുള്ള നരകത്തിൽ മതപണ്ഡിതന്മാർ തന്നെയായിരിക്കും കൂടുതലുണ്ടാവുക. അതിലൊരു സംശയമില്ല. അന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. പക്ഷേ ഇന്നത്തെ ആ ഉസ്താദിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഏകദേശം ആ ഒരു വാചകമാണ് മനസ്സിലേക്ക് വന്നത്. ചിലപ്പോൾ ഇനി ഉസ്താദ് ഒരു വീഡിയോ ചെയ്യണം, ഒരു കണ്ടൻറ്റ് വേണം, ചിലപ്പോൾ യൂട്യൂബ് എന്നൊരു ചിന്തയിലേക്ക് എടുത്തത്. പക്ഷേ ഉസ്താദ് അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു ഉസ്താദാണെന്നും നിങ്ങൾ ആ ഉസ്താദിൻ്റെ വേഷം കെട്ടിയിട്ടാണ് ചെയ്യുന്നതെന്നും ഓർക്കാമായിരുന്നു. അത് ചിലപ്പോൾ ഓർക്കാതെ പോയതായിരിക്കാം. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സമൂഹമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഉൾക്കൊള്ളാൻ പറ്റാത്തതല്ല, അത് തെറ്റാണ്. നിങ്ങളീ പറയുന്ന ബാക്കി ഇസ്ലാം വിധികൾ അത് തെറ്റാണ്, ഈ പെണ്ണ് ചെയ്യുന്ന തെറ്റാണ്, അവൾ ചെയ്യുന്ന തെറ്റാണ്, ഇത് തെറ്റാണെന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ ഇത് അതുപോലെ തന്നെ തെറ്റാണ് ഉസ്താദെ. ഒരു അന്യ പെണ്ണിൻ്റെ വീഡിയോ എടുത്ത് ആസ്വദിക്കാൻ നിങ്ങൾക്ക് ഒരു റൈറ്റും ഇല്ല. ഇതും തെറ്റ് തന്നെയാണ്. അതിലെവിടെയും ശരി വരുന്നില്ല. ഒരു അന്യ പുരുഷനെ ഒരു പെണ്ണിനെ ആസ്വദിക്കുന്നത് തെറ്റാണെങ്കിൽ ഒരു അന്യ പെണ്ണിൻ്റെ വീഡിയോ ആസ്വദിക്കുന്നത് അത് എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ, അവൾ ചെയ്ത തെറ്റ് ആസ്വദിക്കോ ശരി ആസ്വദിക്കോ ഡാൻസ് ആസ്വദിക്കോ എന്തോ ആയിക്കോട്ടെ, അതും തെറ്റാണ്. അതെങ്ങനെയാണ് ശരിയാവുന്നത്? ഞാൻ പഠിച്ച ഇസ്ലാമിൽ എന്തായാലും അത് ശരിയല്ല. ഞാൻ പഠിച്ച കാര്യത്തിൽ എവിടെ അത് ശരിയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ റിയാക്ഷൻ വീഡിയോസ് മറുപടി കൊടുക്കണം എന്നൊക്കെ ഉസ്താദുമാർ ആഗ്രഹിക്കുന്ന വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പെണ്ണുങ്ങളെ മെൻഷൻ ചെയ്ത് പെണ്ണുങ്ങളെ വീഡിയോസ് എടുത്തിട്ടൊന്നും ചെയ്യരുത്. ചെയ്യുന്ന പെണ്ണ് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അത് അവൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന തെറ്റാണ്. ചിലപ്പോൾ ഒരു തൗബ കൊണ്ട് അവളുടെ തെറ്റ് ചിലപ്പോൾ റബ്ബുൽ ഇസ്സത്തായ അതും പൊറുക്കുമായിരിക്കും. അതായത് ഇത് തെറ്റാണെന്നൊരു തിരിച്ചറിവ് അവൾക്കുണ്ടായിട്ട് അവളെ ഒരു തൗബ കൊണ്ട് ചിലപ്പോൾ അവളുടെ തെറ്റ് അവിടെ തീരും. പക്ഷെ മതം പഠിച്ച് മതനിയമങ്ങൾ പഠിച്ച് എല്ലാം മനസ്സിലാക്കി നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി കണ്ടൻറ്റിന് വേണ്ടി ചെയ്യുന്നത് അല്ലാഹ് പൊറുക്കോ ഉസ്താദെ? ഒന്ന് ആലോചിച്ച് നോക്കണേ. നല്ലത് പറയുന്ന ഉസ്താദുമാരുണ്ട് കേട്ടോ. ഞാൻ എല്ലാ ഉസ്താദുമാരെ പറഞ്ഞതല്ല, ഞാൻ കണ്ട വീഡിയോയിലത്തെ ഉസ്താദിനോടാണ് പറഞ്ഞത്. എൻ്റെ വീഡിയോ ഉസ്താദ് കാണാൻ ഇതാക്കാനൊന്നും പോകുന്നില്ല, അതെനിക്കറിയാം. കാരണം നമ്മളവിടെ റേഞ്ച് ഉസ്താദിൻ്റെ റേഞ്ചൊക്കെ ലെവലാണ്. പക്ഷേ ഇത് എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം ആ ഉസ്താദ് പറഞ്ഞത് ശരിയാണെന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കമൻറ്റുകൾ കണ്ടപ്പോഴാണ് എനിക്കത് പറയണം എന്ന് തോന്നിയത് എൻ്റെ മനസ്സിൽ. പക്ഷേ അത് വേണ്ടെന്ന് വെച്ചപ്പോഴും വീണ്ടും മനസ്സ് പറയാണ്, ഒരു നല്ല മെസ്സേജ് അല്ലേ. അപ്പോൾ ഉസ്താദുമാർ പറയുന്നത് കൊണ്ട് ഉസ്താദുമാർ ഒരാളെ ആക്ഷേപിച്ചാൽ അല്ല ഉസ്താദുമാർ പറഞ്ഞാൽ മതനിയമങ്ങളൊന്നും മാറുന്നില്ല എന്ന്, അല്ലെങ്കിൽ ഉസ്താദുമാർ ചെയ്യുമ്പോൾ ഒരു നിയമവും പെണ്ണ് ചെയ്യുമ്പോൾ വേറൊരു നിയമമൊന്നും ഇസ്ലാമിലില്ല. തെറ്റ് എപ്പോഴും തെറ്റാണ്, ശരി എപ്പോഴും ശരിയാണ്. ഓക്കെ, അങ്ങനെ ഉസ്താദുമാർക്ക് വേണ്ടിയിട്ട് നിയമമൊന്നും ഇസ്ലാമിൽ ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, തെറ്റ് ആര് ചെയ്താലും തെറ്റാണ്, ശരി ആര് ചെയ്താലും ശരിയാണ്. അപ്പോൾ കണ്ടൻറ്റിന് വേണ്ടി ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ എടുത്തിട്ട് പറയുമ്പോൾ ഉസ്താദുമാരൊന്ന് ആലോചിക്കാം. ഒന്നുമില്ലെങ്കിൽ ഇസ്ലാം എന്ന മതത്തിൻ്റെ കാവൽക്കാരായിട്ട് അല്ലെങ്കിൽ ആ ഇസ്ലാം എന്ന മതത്തിൻ്റെ ഒരു പ്രതിനിധികളായിട്ടാണ് നിങ്ങൾ ഈ സമൂഹത്തിലുള്ളത്. അപ്പോൾ ആ ഒരു ഇതിന് ഒരു ഇത് കൊടുക്കുക. ഒരു എന്താ പറയുക, ഒന്നുമില്ലെങ്കിൽ ആ വേഷം അത് അഴിച്ചു വെച്ചെങ്കിലും ചെയ്യാം. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. നമ്മുടെ വ്യക്തിപര അഭിപ്രായം പറയുക, ഒരു റിയാക്ഷൻ ചാനൽ അത് ചെയ്തു പോട്ടെ, കുഴപ്പമില്ല. അത് പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് പറയണമെന്ന്. എൻ്റെ വീഡിയോസ് കേൾക്കുന്ന ആരെങ്കിലും ആ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് അന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു തിരുത്താവട്ടെ. എനിക്കിത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഈ അടുത്ത് അങ്ങനെ ഒരു വീഡിയോ ഞാൻ വീണ്ടും ഒന്ന് കണ്ടായിരുന്നു. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. എല്ലാം കൂടി ലെങ്ത്ത് കൂടി പോകും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. താങ്ക് യു.